ഗൈസ് അങ്ങനെ ഓർഡർ ചെയ്ത് 4 ദിവസത്തിന് ശേഷം എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് ഡെലിവർ ആയിട്ടുണ്ട്. ഇത് JB റേസിംഗ് എന്നൊരു ബ്രാൻഡിൻ്റെ 45 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ടോപ്പ് ബോക്സ് ആണ്. സാധനം കയ്യിൽ കിട്ടിയ പാടെ ഞാൻ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി അവരെ കൊണ്ട് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഓർഡർ ചെയ്തത് ബണ്ടിഡോ സ്പിറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ നിന്നാണ്. സംഭവം അന്വേഷിച്ച് വന്നപ്പോഴാണ് അത് നമ്മുടെ തൃശ്ശൂർ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് മനസ്സിലായത്. ഇതിനെനിക്ക് ചിലവായ തുക 7500 രൂപ. അത് ഷിപ്പിംഗ് ചാർജ് അടക്കമാണ്. ഞാനിതിൻ്റെ പൈസ മറ്റു വെബ്സൈറ്റുകളും അതുപോലെ മറ്റു ഷോപ്പുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ വെബ്സൈറ്റ് വഴി വാങ്ങുന്നത് ലാഭകരമാണ്. പക്ഷേ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ചെറിയൊരു പണി കിട്ടി. സംഭവം ഈ ബോക്സിൻ്റെ ഒരു ഹാൻഡിൽ ബെൻഡായിരുന്നു. എന്നിട്ട് ഞാനിത് ഇവരോട് കംപ്ലൈൻറ്റ് ചെയ്തു. കംപ്ലൈൻറ്റ് ചെയ്തതിന് ശേഷം അവർ എന്നോട് ചോദിച്ചു, ഏതെങ്കിലും അൺബോക്സിങ് വീഡിയോ നിങ്ങളുടെ അടുത്തുണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ എന്നോട് പറയാണ്, നിങ്ങൾ ഇങ്ങനെയാണോ ഒരു അൺബോക്സിങ് ചെയ്യുന്നത്, അതും ഒരു നൈഫ് പോലും ഉപയോഗിക്കാതെ നിങ്ങൾ കീ വെച്ച് എന്തിനാ ചെയ്തേ? അപ്പോൾ ഞാൻ ചോദിച്ചു, ആ ഒരു നൈഫിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് ഇത് ബെൻഡായെന്ന് ചോദിച്ചപ്പം അതങ്ങനെ ആവാനാണ് ചാൻസ്. പിന്നെ ഞാൻ കൂടുതലൊന്നും അവരോട് സംസാരിക്കാൻ നിന്നില്ല. ശരി, ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു. ആ ഡാമേജ് ആയ ബോക്സ് തന്നെ ഞാൻ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. അതുകൊണ്ട് നിങ്ങൾ ഇനി ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യണം. അത് പ്രോപ്പറായിട്ട് നൈഫ് കീ ഒന്നും ഉപയോഗിക്കുക, നൈഫ് വെച്ച് തന്നെ ചെയ്യുക. കാരണം ഒന്നുമല്ല, നമ്മളായിട്ട് അവർക്കൊരു ചാൻസ് കൊടുക്കരുത്, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഫിറ്റ് ചെയ്യുന്നതിന് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിനുള്ള സ്പാനറും ബാക്കി സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇവർ തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ ആദ്യമായിട്ടായതുകൊണ്ടാണ് ഞാനിത് വർക്ക്ഷോപ്പിൽ പോയി ചെയ്തത്. എനിക്കിതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഗൈസ് അങ്ങനെ സംഗതി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ബൈക്കിനേക്കാളും ഒരു അല്പം നീളക്കൂടുതലുണ്ട്. പക്ഷെ അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഇതൊരു യാത്ര പോകുമ്പോൾ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. കാരണം അഥവാ മഴ പെയ്യുകയാണെങ്കിലോ മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ക്യാമറകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലോസ് ചെയ്ത് വെച്ചാൽ അത്ര സേഫാണ്. നമ്മൾ നനഞ്ഞാലും വലിയ കുഴപ്പമില്ലല്ലോ. ഇനി ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസിനെ പറ്റിയാണെങ്കിൽ ഒരു ഹെൽമെറ്റ് അടിപൊളിയായിട്ട് വെക്കാം. പക്ഷേ 2 ഹെൽമെറ്റ് നമുക്ക് വെക്കാൻ പറ്റത്തില്ല. ഇനി അതിൻ്റെ കൂടെ ചെറിയ ചെറിയ സാധനങ്ങൾ അങ്ങനെയൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ സാധാരണയായിട്ടൊരു മിനി ഡ്രോൺ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബോക്സ് ക്ലിയർ ആയിട്ട് വെക്കാം. പിന്നെ അതിൻ്റെ മുകളിലൊരു കുഞ്ഞ് ലാപ്ടോപ്പും വെക്കാം. പിന്നെ അത്യാവശ്യം തുണികളും നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടാം. പിന്നെ സംഭവം എന്തായാലും നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. നമുക്ക് യാത്ര പോകുമ്പം ഇത് വളരെയധികം ഉപകാരപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴയത്തൊക്കെ പോകുന്ന ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ചുകൊണ്ട് പോകുന്നതാണ്. പിന്നെ ചിലർക്കെങ്കിലും ചെറിയൊരു സംശയം ഉണ്ടാകും, ഇത് നമ്മൾ വെച്ചുകൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ബാലൻസിങ്ങിൻ്റെ പ്രശ്നം വരുന്നുണ്ടോയെന്ന്. പക്ഷേ ഈ ഹണ്ടർ 350 ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ബൈക്കിൽ അത്ര പ്രശ്നമില്ല. ചെറിയൊരു വേരിയേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ കുറച്ച് ഓടിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് മാറും. അത്യാവശ്യം വെയിറ്റുള്ള വണ്ടിക്ക് ഈ ഒരു പ്രശ്നം ഫീൽ ചെയ്യത്തില്ല. പക്ഷേ നമ്മൾ ഈ 155cc അല്ലെങ്കിൽ 100cc ബൈക്കിലൊക്കെ ഇതൊരിക്കലും നടക്കില്ല. 125cc നമ്മുടെ ഷൈൻ പോലുള്ള വണ്ടികളിലൊക്കെ ആണെങ്കിൽ ഇത് നടക്കത്തില്ല. പക്ഷേ 350cc അതിന് മുകളിലോട്ടുള്ളതാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് അൺലോക്ക് ചെയ്ത് അടിയിൽ നിന്ന് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ ആ സംഭവം ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് കിട്ടും. ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.